അമേരിക്കയിലെ 50ാമത്തെ സ്റ്റേറ്റായി 1959 പ്രഖ്യാപിക്കപ്പെട്ട ഹവായ് ഐലൻഡുകൾ ഒരു അതുല്യ ദ്വീപ് ശൃംഖലയാണ്. ഈ ഗ്രഹത്തിലെ സമാനതകളില്ലാത്ത ഒരു അമൂല്യ സ്ഥലം. ഭൂമിയിലെ ഏറ്റവും ഒറ്റപ്പെട്ട സ്ഥലത്ത് പസഫിക് മഹാസമുദ്രത്തിൻ്റെ ഒത്ത നടുവിൽ 70 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ മെനയപ്പെട്ട 137 സുന്ദരമായ ദ്വീപുകൾ. മനോഹരമായ ബീച്ചുകൾ, സമൃദ്ധമായ മഴക്കാടുകൾ, ഈ പ്രപഞ്ചത്തിൽ മറ്റൊരിടത്തും കാണാത്ത അഗ്നിപർവ്വതങ്ങൾ, ഗർത്തങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ, നീല ജലാശയങ്ങൾ, താഴ്വരകളെന്ന് വേണ്ട ഒരു പ്രകൃതി സ്നേഹിക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട്. എ ട്രൂ റെപ്രസെൻറ്റേഷൻ ഓഫ് പാരഡൈസ് ഓൺ എർത്ത് എന്നറിയപ്പെടുന്ന ഭൂമിയിലെ പറുദീസയുടെ യഥാർത്ഥ പ്രതിബിംബം. പോളിനേഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഒരു ജനതയാണ് ഇവിടെ വസിക്കുന്നത്. സംസ്ഥാന മുദ്രാവാക്യം പോളിനേഷ്യൻ ഭാഷയിൽ ഇങ്ങനെ വായിക്കാം: ഉവ്വ മാവു കി ഇയ്യ ഓക്കെ ആയിന് അയക്കപ്പോണോ. ഇതിൻ്റെ അർത്ഥം ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് നീതിയിൽ അധിഷ്ഠിതമാണ് എന്നാണ്. ഹവായിലെ 137 ദ്വീപുകളിൽ പലതും ജനവാസമില്ലാത്തവയാണ്. ജനങ്ങൾ വസിക്കുന്ന 7 ദ്വീപുകൾ ഇവയാണ്: നീഹാവു, കവായി, വാഹു, മൂളക്കായ്, ലാനായ്, മാവി ആൻഡ് ഹവായ്. പ്രകൃതി സൗന്ദര്യത്തിൽ മാത്രമല്ല, അസാധ്യ രുചിയുള്ള വേറിട്ട ഭക്ഷണങ്ങൾ ലഭിക്കുന്ന സ്ഥലം കൂടിയാണ് ഹവായ്. ഇവിടുത്തെ പ്രധാന ദേശീയ ആഹാരങ്ങൾ ഇവയൊക്കെയാണ്: പോക്ക്, പോയി, മനാപ്പുവ, സ്പാം മുസുബി, സായ്മിൻ, ഹുലിഹുലി ചിക്കൻ, ലോമിലോമി സാമൻ, ലോക്കോമോക്കോ, മാലസാദ, മോച്ചി, മഞ്ജു, ലൗലൗ, ഷേവായ്സ്. ഇതെല്ലാം ഒന്ന് കഴിച്ചാൽ പിന്നെയും പിന്നെയും ചോദിച്ചു വാങ്ങി കഴിക്കാൻ തോന്നുന്ന അതിവിശിഷ്ടവും സ്വാദിഷ്ടവുമായ കൊതിയൂറും ഹവായിയൻ വിഭവങ്ങളാണ്. മാത്രമല്ല, ഹവായിയൻ സംസ്ഥാന മത്സ്യമായ ഹുമു ഹുമു നൂക്കു നൂക്കു അപ്പുവ ഹമീൻ ശരിക്കും ഗംഭീരം. ഫിഷ് വിത്ത് പിഗ് ലൈക്ക് നോസ്, അതായത് പന്നിയെപ്പോലെ മൂക്കുള്ള മത്സ്യം എന്നാണ് ഈ മീനിൻ്റെ പേരിൻ്റെ അർത്ഥം. ലോകത്തിലെ ഏറ്റവും സജീവ അഗ്നിപർവ്വതമായ മൗണലോവയും കിലോവയും സജീവമല്ലാത്ത ഹലേക്കാലയും ഉൾപ്പെടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത ദ്വീപുകളുള്ള സ്ഥലമാണ് ഹവായ്. ഈ വിസ്മയ ലോകത്തേക്ക് യാത്ര പോകുന്നവർ വളരെ ചുരുക്കമാണ്. ടെക്സസിലെ ഡാളസിൽ നിന്നും 8 മണിക്കൂർ വിമാനയാത്ര ചെയ്തു വേണം ഇവിടെ എത്താൻ. US മെയിൻലാൻഡിൽ നിന്നും ഏകദേശം 4000 കിലോമീറ്റർ അകലെയുള്ള പസഫിക് മഹാസമുദ്രത്തിൻ്റെ നടുവിലുള്ള ഹവായ് ഐലൻഡ്സിലെ ഏറ്റവും പ്രസിദ്ധമായ മാവി ദ്വീപിലെ കഹുലായ് എയർപോർട്ടിലേക്കുള്ള ഞങ്ങളുടെ ഈ യാത്രാവിശേഷങ്ങൾ കാണുക. അമേരിക്കൻ എയർലൈൻസിൻ്റെ ബോയിങ് 777 വിമാനത്തിലാണ് ഞങ്ങൾ ഹവായിലേക്ക് യാത്ര പോയത്. ഡാളസിൽ നിന്നും 8 മണിക്കൂർ സ്ട്രെയിറ്റ് ഫ്ലൈറ്റാണ് കഹൂലായിലേക്ക്. കാലിഫോർണിയയാണ് ഹവായിയുടെ ഏറ്റവും അടുത്ത US മെയിൻലാൻഡ്. ലോസ് ആഞ്ചലസിൽ നിന്നും 6 മണിക്കൂർ. ഹവായിലേക്കുള്ള ഫ്ലൈറ്റാണിത്. Aloha, ladies and gentlemen. Welcome aboard American Airlines Flight 116 with non-stop service to Dallas-Fort Worth International Airport. If you've brought on... അമേരിക്കയിലെ തന്നെ സ്റ്റേറ്റാണ് ഹവായ് എങ്കിലും ഞങ്ങൾക്ക് കടുത്ത സെക്യൂരിറ്റി ചെക്ക് നേരിടേണ്ടി വന്നു കഹൂലായിലേക്കുള്ള യാത്രയിൽ. പ്രാദേശിക സസ്യജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്ന ആക്രമണകാരികളായ കീടങ്ങളും പ്രാണികളും രോഗങ്ങളും പഴങ്ങൾ വഴി ഹവായിലെത്താൻ സാധ്യതയുള്ളതിനാൽ ഹവായിൻ ദ്വീപുകളിൽ പുറമേ നിന്ന് പഴങ്ങളും പച്ചക്കറികളും അനുവദിക്കില്ല. ഇതൊക്കെ ഹവായിയൻ ആവാസ വ്യവസ്ഥയെ തകർക്കാൻ സാധ്യതയുള്ളതിനാലാണ് പഴങ്ങളും പച്ചക്കറികളും നിയന്ത്രിച്ചിരിക്കുന്നത്. തിരിച്ചും ഇങ്ങോട്ടും നിസ്സാരമായൊരു പേരയ്ക്ക് പോലും കൊണ്ടുവന്നാൽ പിടിക്കപ്പെടും. അങ്ങനെ ഞങ്ങൾ നീണ്ട 8 മണിക്കൂർ യാത്രയ്ക്കായി വിമാനത്തിൽ കയറി. യാത്ര ഏകദേശം 6 മണിക്കൂർ പിന്നിട്ടു. ഇനി 2 മണിക്കൂർ കൂടി യാത്ര ചെയ്യണം കഹുലയിലെത്തുവാൻ. അറ്റ്ലാന്റിക് വ്യോമ മേഖലയേക്കാൾ കൂടുതൽ ജെറ്റ് സ്ട്രീംസ് പസഫിക് മേഖലയിലുള്ളതിനാൽ ശക്തമായ ടർബുലൻസ് കൂടി ഞങ്ങൾക്ക് കടന്നു പോകേണ്ടി വന്നു. ഈ മാപ്പിൽ കാണുന്നതാണ് ഹവായ് ഐലൻഡുകൾ. ഏറ്റവും താഴെ കാണുന്ന ഐലൻഡ് ആണ് ബിഗ് ഐലൻഡ്. അതാണ് ആക്ച്വൽ ഹവായ് ഐലൻഡ് എന്നറിയപ്പെടുന്നത്. ബാക്കിയെല്ലാം കാണുന്നത് നീഹാവു, കവായ്, ഒവാഹു, മൂളക്കായ്, ലണായ്, മാവി ഇതെല്ലാമാണ് ബാക്കി കാണുന്നത്. ഒരു ഐലൻഡിൽ നിന്ന് മറ്റു ഐലൻഡിലേക്ക് ഫ്ലൈറ്റ് സർവീസ് ഉണ്ട്. 20 മിനിറ്റ് 30 മിനിറ്റൊക്കെയാണ് ഫ്ലൈറ്റ്. അങ്ങനെ 7 മണിക്കൂർ പിന്നിട്ടു. ഇനി ലാൻഡ് ചെയ്യാൻ പോവുകയാണ്.
ഫ്ലൈറ്റ് ഏകദേശം ലാൻഡ് ചെയ്യാറായിട്ടുണ്ട്. താഴെ നമുക്ക് ഐലൻഡ് കാണാൻ കഴിയും. ഈ കാണുന്ന മലമടക്കുകൾ വലിയ പർവ്വതങ്ങളാണ്. അങ്ങനെ നീണ്ട 8 മണിക്കൂറിന് ശേഷം ഞങ്ങൾ ഹവായിലെ മാവിയിലെത്തിയിട്ടുണ്ട്. ഹലോ എന്ന വാക്കിന് ഹവായിയൻ ലാംഗ്വേജിൽ അലോഹ എന്നും താങ്ക് യുവിന് മഹലോ എന്നാണ് പറയുന്നത്. ഹവായിയുടെ മറ്റൊരു പേരാണ് അലോഹ സ്റ്റേറ്റ്. ഞങ്ങൾ രാവിലെ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹാന ഹൈവേയിൽ കൂടി ഡ്രൈവ് ചെയ്യാൻ പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂറുണ്ട്. ലോകത്തിലേക്ക് ഏറ്റവും മനോഹരമായ ഡ്രൈവുകളൊന്നാണ് ഹാന ഹൈവേ. ഹവായിലെ മാവിയിലാണതുള്ളത്. ഞങ്ങളുടെ വാഹനത്തെ നിയന്ത്രിക്കുന്നത് മിസ്റ്റർ മനു. മനു, ആർ യു എക്സൈറ്റഡ്? യെസ്. ഹൈവേ കൂടെ ഓടിക്കാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ലെറ്റ്സ് സീ. ലെറ്റ്സ് ഗോ. വളരെ മനോഹരങ്ങളായ റോഡുകളാണ് ഹവായിലുള്ളത്. മാത്രമല്ല റോഡിൻ്റെ 2 സൈഡിലും ധാരാളം തണൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഭാഷ പോളിനേഷ്യൻ ആയതിനാൽ ഈ റോഡുകളുടെയും സ്ഥലങ്ങളുടെയൊക്കെ പേര് കേൾക്കാൻ വളരെ വിചിത്രമാണ്. ഈ റോഡിൻ്റെ പേര് ഹോണോ ആ പീലാക്കിനി എന്നാണ്. ഇത് കേരളത്തെ പോലെ ട്രോപ്പിക്കൽ സ്ഥലമായതിനാൽ കേരളത്തിലെ എല്ലാ മരങ്ങളും ഇവിടെ ഉണ്ട്. മാവ്, പ്ലാവ്, പേര, കപ്പ, തെങ്ങ്, കാപ്പിത്തോട്ടം, പാഷൻ ഫ്രൂട്ട്, ശീമച്ചക്ക ഇതെല്ലാം ഇവിടെ ധാരാളമായിട്ട് ലഭിക്കും. ഈ കാണുന്നത് ചേമ്പിൻ്റെ ഒരു കൃഷിയാണ്. ഇതിവിടെ തന്നെ ഉണ്ടാകുന്ന ഐറ്റംസാണ്. ഇവിടെ കൂടുതലും ഓർഗാനിക് ഫ്രൂട്ട്സും വെജിറ്റബിൾസുമാണ് കിട്ടുന്നത്. അതിനാൽ തന്നെ മറ്റ് അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ഇവിടെയുള്ളവർ വളരെ ആരോഗ്യമുള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. ഇത് മാവിൽ തന്നെ ഉണ്ടാകുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ്. അതിൽ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന് $6, അതായത് ഏകദേശം 500 രൂപ. 2 എണ്ണത്തിന് $10. വളരെ മനോഹരമായ ഡ്രൈവാണ് ഈ റോഡിൽ കൂടെ. ഈ റോഡിൻ്റെ പേര് നൗലി വിലി എന്നാണ്. 1800 കാലഘട്ടങ്ങളിൽ ഹവായ് ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരായിരുന്നു കമെഹമഹ രാജാക്കന്മാർ. എന്നാൽ 1959 അമേരിക്കയോട് ചേർന്നതിന് ശേഷമാണ് റോഡ് ഇത്രയും വിപുലമാക്കിയത്. ഇനി ഞങ്ങൾ യാത്ര ചെയ്യാൻ പോകുന്ന സ്ട്രീറ്റിൻ്റെ പേര് കൈ ഹലെ കൂ സ്ട്രീറ്റ് എന്നാണ്. ഈ സ്ട്രീറ്റിൽ ധാരാളം തെങ്ങിൻ തോപ്പുകളുണ്ട്. ഹവായ് കേരളം പോലെ തന്നെ ആയതിനാൽ ധാരാളം തെങ്ങുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ തേങ്ങ സുലഭമായി ഇവിടെ ലഭിക്കുന്നുണ്ട്. ഹവായിലെ 7 ദ്വീപുകളും ഇതുപോലെ വളരെ വൃത്തിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഗവൺമെൻറ് അതിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ചില സ്ട്രീറ്റുകളുടെ പേരുകൾ കേരളത്തിലെ പേരിനോട് സാമ്യമുള്ളതാണ്. ഈ സ്ട്രീറ്റിൻ്റെ പേര് കണ്ണപ്പള്ളി ഹനക്ക ഒ എന്നാണ്. ഇവിടെയാണ് ഏറ്റവും പ്രസിദ്ധമായ കണ്ണപ്പള്ളി റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇതിവിടുത്തെ അതിമനോഹരമായ ഒരു ബീച്ചാണ്. വൈകുന്നേരമാകുമ്പോൾ ധാരാളം ജനങ്ങൾ ഇവിടെ വരാറുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് കപ്പലുവ നപ്പിളി എന്നാണ്.
മാവിയിലെ ഏറ്റവും അപകടം പിടിച്ച കഹക്കുലോവ എന്ന സ്ഥലത്തുകൂടിയാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ അധികം വാഹനങ്ങൾ കടന്നു വരാറില്ല, കാരണം വളരെ അപകടം നിറഞ്ഞ മേഖലയാണ്. വളരെ സൂക്ഷിച്ച് വാഹനം ഓടിച്ചില്ലെങ്കിൽ കൊക്കയിലോ കടലിലോ വീഴാനുള്ള സാധ്യതയുണ്ട്. ധാരാളം ഓറഞ്ച് മരമാണിത്. ധാരാളം ഓറഞ്ച് മരങ്ങൾ ഉള്ള ഒരു മഴക്കാടാണിത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഹേക്കു വേലുനായി എന്നാണ്. അടിച്ചോ ഹാന ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾ ഇറങ്ങിയൊരു സ്ഥലമാണിത്. ഇവിടെ ധാരാളം വെള്ളച്ചാട്ടങ്ങളുണ്ട്. മാത്രമല്ല കേരളത്തിലെ പോലെ തന്നെ കാപ്പി, പാഷൻ ഫ്രൂട്ട്, പേരയ്ക്ക ഇതെല്ലാം ഇവിടെ ഉണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് ഹമക്കുളവ ഹോണപ്പോവ് എന്നാണ്. ഈ കാണുന്നത് അവക്കാഡോ അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ടിൻ്റെ മരമാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെ വവ്വാലെല്ലാം ഉണ്ട്. ഇതെന്തോ ഒരു കാട്ടിലുണ്ടാകുന്ന പേരയ്ക്ക, കാട്ടുപേരയ്ക്ക. ഇപ്പോൾ ഞങ്ങൾ കാട്ടിലുണ്ടായിരിക്കുന്ന പേരയ്ക്കാണ്. ഇഷ്ടം പോലെ പേരയ്ക്ക ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ കാട്ടിൽ നിന്ന് കിട്ടിയ പേരയ്ക്കാണ്. കാട്ടിൽ നിന്ന് കിട്ടിയ പേരയ്ക്ക. ഓ, എത്ര പേരയ്ക്ക നോക്കണേ. എത്ര കിലോ പേരയ്ക്ക ഇത്? 5 മിനിറ്റ് കൊണ്ട് കുറച്ചെടുത്തതാ, കുരുക്കിച്ചെടുത്തതാ. ഹവായിലെ തനതായ ഫുഡുകൾ ലഭിക്കുന്ന ധാരാളം റെസ്റ്റോറൻ്റ് ഉള്ള സ്ഥലമാണിത്. ഈ സ്ഥലത്തിൻ്റെ പേര് ഹേക്കു പൗളിയ ഉളുമാവു എന്നാണ്. ഹവായിലെ ചോക്ലേറ്റുകൾ വളരെ ഫേമസ് ആണ്. അതുകൊണ്ട് ഞങ്ങളുടെ യാത്രയിൽ ചോക്ലേറ്റ് വാങ്ങിക്കാനായിട്ട് കടയിൽ കയറി. ഈ കാണുന്നത് മാക്ഡേമിയൻ നട്ട്സ് വെച്ചുള്ള ചോക്ലേറ്റാണ്. ലോകത്തിലേക്കും ഏറ്റവും രുചികരമായ ചോക്ലേറ്റുകളാണിത്. ഈ കാണുന്ന ഒരു പാക്കറ്റിന് $7, അതായത് ഏകദേശം 600 രൂപ. എന്നാൽ ഒരു വലിയ ബോക്സായിട്ട് എടുത്തു കഴിഞ്ഞാൽ 5 എണ്ണം കിട്ടും. 5 എണ്ണത്തിന് $25 പ്ലസ് ടാക്സ് ആണ്, അതായത് ഏകദേശം 2000 രൂപ. ഇതാണ് ഞങ്ങൾ വാങ്ങിച്ച ചോക്ലേറ്റ് ബോക്സസ്. ഒരു ബോക്സിൽ 12 രുചികരമായ ചോക്ലേറ്റുകൾ ഉണ്ടാകും. മാത്രമല്ല എല്ലാ ചോക്ലേറ്റിനകത്തും മാക്ഡേമിയൻ നട്ട്സ് ഉണ്ടായതിനാൽ വളരെ ടേസ്റ്റാണ്. ഈ ഐലൻഡിൻ്റെ പേര് മാവി എന്നതിനാൽ അവർ ചോക്ലേറ്റ് ബോക്സ് കൊണ്ട് മാവി എന്ന് എഴുതിയേക്കാണ് ഇവിടെ. ഇവിടുത്തെ കടകളിലെ പ്രധാന ചില ഐറ്റംസാണ് ഈ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രസിദ്ധമായ പുന്നനി സ്ട്രീറ്റ്. ഈ സ്ട്രീറ്റിലൂടെ പോയി കഴിഞ്ഞാൽ ധാരാളം കൃഷിയിടങ്ങൾ കാണുവാൻ കഴിയും. ഈ കാണുന്നതെല്ലാം ഇവിടുത്തെ കൃഷിയിടങ്ങളാണ്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നതും ഇവിടെയാണ്. ഇനി ചില ഹവായിയൻ വിഭവങ്ങൾ കൂടി കാണിക്കുന്നു. പലതരത്തിലുള്ള പിസ്സ കിട്ടുന്ന സ്ഥലമാണ് ഹവായി. വൈറ്റ് ക്യാപ് പിസ്സ, വാം ഹണി ഫുക്കാച്ച, അല്ലപാല ഇനൊക്കേറ്റ, ഫ്ലാറ്റ് റൺ പിസ്സ, നെപ്പോലെറ്റാന ഇതെല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. ഇതാണ് മാലസാദ. ഇത് അതിവിശിഷ്ടമായൊരു സ്നാക്സാണ്. മാലസാദ കഴിക്കണമെങ്കിൽ ഹവായിൽ തന്നെ പോകണം. ഹവായിൽ പോകുന്നവർ ഉറപ്പായും മാലസാദ കഴിക്കുകയും വേണം. കാരണം അമേരിക്കയിലെ ബാക്കി 49 സ്റ്റേറ്റുകളിലും ഇത് ലഭ്യമല്ല. ഹവായിൽ പോലും എല്ലാ കടകളിലും ലഭ്യമല്ലാത്ത ഇതിൻ്റെ രുചി പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ്. മാത്രമല്ല രാവിലെ 10 മണിക്ക് മുമ്പ് തയ്യാറാക്കുന്നിടത്ത് ചെന്നില്ലെങ്കിൽ കിട്ടുകയുമില്ല. ഇതിന് വളരെ ഡിമാൻഡ് ആയതിനാൽ
ആയിരക്കണക്കിന് മാലസാദയാണ് 10 മണിക്ക് മുമ്പ് വിറ്റഴിയുന്നത്. 6 എണ്ണം ഉള്ള ഒരു ബോക്സിന് $22, അതായത് ഇന്ത്യൻ മണി ഏകദേശം 2000 രൂപയാണ്. ഇതാണ് ബീഫ് ടെറിയാക്കി വിത്ത് റൈസ്. ഒന്ന് കഴിച്ചാൽ പിന്നെയും വാങ്ങാൻ തോന്നുന്ന കൊതിയൂറുന്ന മറ്റൊരു ഐറ്റം മാംഗോ ചീസ് കേക്കാണിത്. മോച്ചി ആൻഡ് മഞ്ജുവിൻ്റെ ബോക്സാണ് ഈ കാണുന്നത്. മോച്ചി ഗോതമ്പ് കൊണ്ടും മഞ്ജു അരിപ്പൊടി കൊണ്ടും ഉണ്ടാക്കുന്ന മധുര പലഹാരങ്ങളാണ്. മോച്ചിയും മഞ്ജുവും ഒന്നിനൊന്ന് മെച്ചമാണെങ്കിലും മഞ്ജുവിൻ്റെ രുചിയാണ് പലർക്കും പ്രിയം. ഈ കാണുന്ന ഒരു ബോക്സിന് $20 വില, അതായത് 1800 രൂപ ഇന്ത്യൻ മണി. ഇത് ഷയൂഖ് അഹി പോക്ക്. അഹി എന്ന് പറഞ്ഞാൽ യെല്ലോ ഫിഷ് ട്യൂണയാണ്. ഇത് സ്പൈസി അഹി പോക്ക് വിത്ത് സ്ലൈസ് സാമൺ ആൻഡ് അഹി സസുമി. ഇത് മിക്സഡ് പോക്ക് വിത്ത് അഹി സാമൺ, എഗ് ഷ്രിംപ് വിത്ത് ഐക്കുറ ആൻഡ് എഡിമാമെ. ഏറ്റവും സ്വാദിഷ്ടമായ ഡിസേർട്ടാണിത്. സ്ട്രോബെറി ഷേവ് ഐസ് വിത്ത് കണ്ടൻസ് മിൽക്ക്, അസൂക്കി ബീൻസ് ആൻഡ് മോച്ചി ബോൾസ്. ഇതാണ് ലവ് ലവ്. ഇത് ടൈ അല്ലെങ്കിൽ ടാറോ ലീവ്സിൽ ചുറ്റിയെടുത്ത് ബേക്ക് ചെയ്തെടുക്കുന്ന പോർക്കോ ബീഫോ ഫിഷോ ആണ്. ഇലകൾ ചുറ്റി ബേക്ക് ചെയ്തെടുക്കുമ്പോഴുണ്ടാകുന്ന ഈ പ്രത്യേക ഇലയുടെ മണ്ണിൻ്റെ മണം ചേർന്ന ലവ് ലവ് അസാധ്യ രുചി തന്നെയാണ്. ഈ കാണുന്നതാണ് ലോമി ലോമി സാമൻ, അതായത് ബേക്ക് ചെയ്തെടുത്ത സാമനകത്ത് ടൊമാറ്റോയും ഉള്ളിയും ചേർത്തുണ്ടാക്കുന്ന ഒരു സൈഡ് ഡിഷ്. ഇതാണ് കലുവ പിഗ്. ഇമു എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഭൂഗർഭ അടുപ്പിൽ പന്നിയെ സാവധാനത്തിൽ വേവിച്ചാണ് കലുവ പിഗ് പരമ്പരാഗതമായി നിർമ്മിക്കുന്നത്. ഇത് വാഴയിലയിൽ പൊതിഞ്ഞ് ഹവായിയൻ കടലുപ്പും ചേർത്ത് ചൂടുള്ള കല്ലുകൾ ഉപയോഗിച്ച് ഭൂമിക്കടിയിൽ പാകം ചെയ്യുന്നു. ഇമൂല പാചക രീതി കാരണം മണ്ണിൻ്റെയും വാഴയിലയുടെയും മണം കലുവ പിഗിൽ ലഭിക്കുന്നു. ഇതാണ് പുലേഹു ഷോർട്ട് റിബ്. റിബ് സ്മോക്ക് ചെയ്തെടുക്കുന്നതാണിത്. ഹവായ് ഒരു അത്ഭുത ദ്വീപ് സമൂഹമാണ്. ഓരോ ദ്വീപും ഒന്നോ അതിലധികമോ അഗ്നിപർവ്വതങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവ ആദ്യം പസഫിക് സമുദ്രത്തിൻ്റെ തറയിൽ പൊട്ടിത്തെറിക്കുകയും എണ്ണമറ്റ സ്ഫോടനങ്ങൾക്ക് ശേഷം സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തു. ഇനി ഹവായിയുടെ ചില പ്രത്യേകതകൾ കൂടി പറയാം. അമേരിക്കൻ മണ്ണിലെ ഏക രാജകൊട്ടാരമായ ഇയോലിനി കൊട്ടാരം ഇവിടെയാണ്. 1882 ഹവായിലെ അവസാന രാജാക്കന്മാരുടെ വസതിയായി നിർമ്മിച്ചതാണ് ഇത്. കിങ് ഡേവിഡ് ലാമിയ കലക്കുവയാണ് അവസാനമായി ഇതിൽ താമസിച്ചത്. മറ്റു ചില സവിശേഷതകൾ. ദ്വീപുകൾ ചേർന്ന അമേരിക്കയിലെ ഏക സംസ്ഥാനമാണ് ഹവായ്. കാപ്പി കൃഷി ചെയ്യുന്ന ഒരേയൊരു US സംസ്ഥാനമാണിത്. ഇതിന് ഇതിൻ്റേതായ ഒരു സമയമേഖലയുണ്ട്. ഹവായ് സ്റ്റാൻഡേർഡ് ടൈം ടെക്സസിൽ നിന്നും 5 മണിക്കൂർ പിറകിലാണ്. ഹവായിയൻ ഭാഷ ഒലിലോ ഹവായ് കേൾക്കുവാൻ വളരെ വിചിത്രമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇത് ഇംഗ്ലീഷിനോടൊപ്പം ഹവായ് സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷയുമാണ്. നിങ്ങൾക്ക് പോകുവാൻ അവസരമുണ്ടെങ്കിൽ ഹവായിൽ പോകുക, ആസ്വദിക്കുക. മഹലോ ഹോണനിയ ആഹുയിഹോ.